365 ദിവസവും ഓഫറുകളുമായി നിക്ഷാൻ ഇലക്ട്രോണിക്സ്. വിശ്വസിക്കാം സ്വന്തം കുടുംബം പോലെ. നിക്ഷാൻ ഇലക്ട്രോണിക്സ്. കണ്ണൂർ സിറ്റി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ആയിക്കരയിലെ 25 വയസ്സ് പ്രായമുള്ള അഭിഷേകിനെയാണ് കണ്ണൂർ സിറ്റി പോലീസ് ഇൻസ്പെക്ടർ കെ ഷിജുവും സംഘവും അറസ്റ്റ് ചെയ്തത്. കണ്ണൂർ സിറ്റി കോവിലകം ആയിക്കര ദണ്ഡമാരിയമ്മൻ കോവിലിന് സമീപത്തെ രാജേഷിന്റെ വീടിന്റെ കിടപ്പുമുറിയാണ് തീപിടുത്തത്തിൽ പൂർണ്ണമായും കത്തി നശിച്ചത്. ചൊവ്വാഴ്ച പുലർച്ചെ 3 മണിയോടെയായിരുന്നു സംഭവം. വീട്ടിലാരുമില്ലാത്തതിനാൽ വൻ ദുരന്തം ഒഴിവായി. ലഹരി ഉപയോഗിക്കാൻ നിരന്തരം പണം ആവശ്യപ്പെടുകയും ഇത് ലഭിക്കാതെ വരുമ്പോൾ പ്രകോപിതനാവുകയും ചെയ്യുന്ന മകനെ പേടിച്ചാണ് രാത്രിയിൽ താനും ഭാര്യയും വീട്ടിൽ താമസിക്കാത്തതെന്ന് പിതാവ് രാജേഷ് മാധ്യമങ്ങളോട് പറഞ്ഞു. ഒരു കാലത്ത് കണ്ണൂരിലെ അറിയപ്പെടുന്ന സെവൻസ് ഫുട്ബോൾ കളിക്കാരനാണ് രാജേഷ്. നിരവധി ടൂർണമെന്റുകളിൽ കളിച്ചു ലഭിച്ച ട്രോഫികളും പുരസ്കാര പത്രങ്ങളും മെഡലുകളും ജേഴ്സിയും ഒക്കെ അഗ്നിക്കിരയായിട്ടുണ്ട്. ഇതുകൂടാതെ വീട്ടിലെ കിടപ്പുമുറിയിലുണ്ടായിരുന്ന കിടക്ക, ഫർണിച്ചർ, ഫാൻ, വസ്ത്രങ്ങൾ, വയറിംഗ് ഉൾപ്പെടെ കത്തി നശിച്ചവയിൽ പെടുന്നു. പണവും നഷ്ടപ്പെട്ടതായി രാജേഷ് പറഞ്ഞു. വിവരമറിഞ്ഞ സ്ഥലത്തെത്തിയ കണ്ണൂർ അഗ്നിശമന സേനാംഗങ്ങൾ തീയണച്ചു. മകൻ ദിവസവും പണം ആവശ്യപ്പെടാറുണ്ടെന്ന് പിതാവ് പറഞ്ഞു. ആവശ്യപ്പെട്ട പണം കൊടുത്തില്ലെങ്കിൽ പ്രകോപനമുണ്ടാക്കാറുണ്ടെന്നും ഇവർ പറഞ്ഞു. പണം നൽകിയില്ലെങ്കിൽ രാജേഷിനെയും ഭാര്യയും തീവയ്ക്കുമെന്ന് പരസ്യമായി പറഞ്ഞതായി പിതാവ് പോലീസിൽ നൽകിയ പരാതിയിൽ പറഞ്ഞു. വീടിന് തീവെച്ച കാര്യം അയൽവാസികളാണ് രാജേഷിനെ വിവരം അറിയിച്ചത്. ഇതേ തുടർന്നാണ് കണ്ണൂരിൽ നിന്നും ഫയർഫോഴ്സ് എത്തിയത്. ഏകദേശം 3 ലക്ഷം രൂപയുടെ നഷ്ടം കണക്കാക്കുന്നു. കണ്ണൂർ അഗ്നിശമനം നടത്തിയ രക്ഷാപ്രവർത്തനത്തിന് STO GB ഫിലിപ്പ്, SFRO ശ്രീകാന്ത് പവിത്രൻ, ഫയർമാൻമാരായ TK ശിവപ്രസാദ്, PM വൈശാഖ്, അശ്വിൻ, ഹോംഗാർഡുമാരായ പ്രമോഷ, നിഖിൽ എന്നിവർ നേതൃത്വം നൽകി.